So this is our day one of Iceland trip, which was totally inspired by Sujit Bhakthan's travel video. We watched his travel videos as guidance for us because he explains everything while he travels. So we used his videos to learn everything and how to travel. So thank you Sujit Bhakthan for this wonderful trip, which is inspired by you. So as he said, we first went for car rentals. We went to Convin Car Rental to rent the car, and we went there and we took the car. We were a bit afraid because it's a left-hand drive. I don't drive. My husband is driving. I was a bit afraid, but he was all right. He had the confidence. So our first destination was a glacier. Then our destination was one of the waterfalls. Then we went to the hot spring. ഗൈസ് ഞങ്ങളിപ്പോൾ സ്കോട്ട്ലൻഡിലാണ് ഗൈസ്. സോറി ഗൈസ്, ഞങ്ങളിപ്പോൾ ഐസ്ലാൻഡിലാണ്. പക്ഷേ ഇവിടുത്തെ പ്രകൃതി രമണീയത സ്കോട്ട്ലാൻഡിനെ ഭയങ്കരമായിട്ട് ഉപമിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകൃതി രമണീയമാണ്. ഇതൊക്കെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്ന മലയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ സ്കോട്ട്ലൻഡിൻ്റെ സിറ്റിയിൽ തന്നെയാണ്, ഐസ്ലാൻഡിൻ്റെ സിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ the real Iceland is waiting for us, so we are going to see that. സോ ഞങ്ങൾ ഫസ്റ്റ് ഗേസർ കാണാനാണ് പോയത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു റിയൽ ജിയോതെർമൽ ആക്ടിവിറ്റീസോ അങ്ങനെയൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ജിയോഗ്രാഫിയുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിച്ചിട്ട് ഞാൻ ഭയങ്കര അമേസ്ഡായിട്ട് ഇരുന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ നേരി കാണുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ എൻ്റെ മമ്മീനെ വീഡിയോ കോൾ വിളിച്ചു. കാരണം ഞാൻ കാണുന്നത് എൻ്റെ മമ്മീനെയും കൂടി കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാനും പ്ലസ് മമ്മി പ്ലസ് വിശാഖാണ് കാണുന്നത്. ഇത് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം നമ്മുടെ ഭൂമിക്കടിയിൽ ആ ഒരു പ്രത്യേക സ്പോട്ടിൽ മാത്രമാണ് ഇങ്ങനെ വെള്ളം തിളച്ച് മറിയുന്നത്. നമുക്കതിൻ്റെ തൊട്ടടുത്ത് വരെ പോയി നിൽക്കാം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഓക്കെയാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ മാത്രം അങ്ങനെ സംഭവിക്കുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ അത് കാണാൻ വരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇത് എത്ര ഒരു മിറാക്കിൾ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അവിടെ ഒഴുകി വരുന്ന വെള്ളം, അതിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പോൾ അത് ചൂടുണ്ടോ എന്നാണ് നോക്കിയത്. അപ്പോൾ അതിന് അത്രയ്ക്ക് വലിയ ചൂടില്ല. പക്ഷേ ആ തിളയ്ക്കുന്നതിനകത്തൊന്നും ആരും തൊടുത്തൊന്നുമില്ല. അവിടെ വെയിൽ ചേറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അത്രയ്ക്ക് ക്ലോസ് ആയിട്ട് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പ്രറ്റി ക്ലോസ് ആയിട്ടാണ് നിന്നിട്ടാണ് അത് വാച്ച് ചെയ്യുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് പോയത് ഒരു വാട്ടർഫോൾ കാണാനാണ്. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് വാട്ടർഫോൾ ഐ ഹാവ് എവർ സീൻ. അപ്പോൾ കുറച്ച് നടന്നു പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര ഫോഴ്സിലാണ് ആ വെള്ളം വന്ന് ചാടുന്നത്. അതിൻ്റെ അടുത്തോട്ട് ചെല്ലുന്തോറും അതിൻ്റെ ബ്യൂട്ടി ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങാനും നമ്മൾ ഇതിനകത്തൊക്കെ പെട്ടുപോയാൽ തീർന്നു. അത്രയ്ക്ക് ഫോഴ്സിലാണ് ആ വെള്ളം വരുന്നത്. സോ നമ്മളിങ്ങനെ നടന്ന് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലോസസ്റ്റ് വ്യൂ കിട്ടും. സോ വി ആർ ഗോയിങ് ഡൗൺ ദേർ. ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തതാണ്. ഞാനൊരു സെക്ഷൻ എടുത്തു. നെക്സ്റ്റ് വിശാഖ് ഈസ് ഗോയിങ് ടു ടേക്ക് എ സെക്ഷൻ. സോ ഞങ്ങളവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഐസ്ലാൻഡ് നമ്മൾ ഒട്ടും അടുപ്പിക്കത്തില്ല. ഞങ്ങൾ 8 ഡേ ട്രിപ്പായിരുന്നു. 8 ഡേയ്സിൽ ഞങ്ങൾ ഓരോ ദിവസവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇനിയും പോകാൻ പറ്റിയ, ഞങ്ങൾക്ക് ആകെ മിസ്സായത് അവിടുത്തെ പഫിൻസിനെയാണ്. ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല.
അപ്പം പിന്നെ ഞങ്ങളുടെ ലാസ്റ്റ് ഐറ്റിനറി ആയിരുന്നു ഡേ 1 മറ്റേ ഹോട്ട് വാട്ടർ സ്പ്രിങ്. ഞങ്ങൾ അവിടെ പോയി ഇത് പേയ്മെൻറ്റ് ചെയ്യണം ഈ ഹോട്ട് വാട്ടർ സ്പ്രിങ്ങിൽ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ അതിന് നമ്മൾ പേ ചെയ്യുന്ന വർത്തില്ല, കാരണം ആ വാട്ടർ അത്ര ഹോട്ടല്ല. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഡേയിൽ ഒരു ഹോട്ട് വാട്ടർ സ്പ്രിങ്ങിൽ പോയായിരുന്നു. നാച്ചുറലാണ്, അത് ഒരു ഹിഡൻ സ്പോട്ടാണ്, അവിടെ നമുക്ക് പേ ചെയ്യേണ്ട. അവിടുത്തെ വാട്ടർ ഈ വാട്ടറിനേക്കാളും ഭയങ്കര വാമായിരുന്നു. അവിടെ ആരുമില്ല, നമുക്ക് ഒത്തിരി സമയം ഞങ്ങളൊരു 2-3 hours അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.